I am Vijay Nair, former officer Food Corporation of India. Current Affairs in പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കറണ്ട് അഫയേഴ്സ് ആക്ച്വലി എനിക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമായിരുന്നു. പക്ഷേ ഇന്നലേക്ക് നിങ്ങൾ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വളരെയധികം എന്താ പറയുന്നത്, എനിക്കൊരു ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കാര്യം എനിക്ക് എടുക്കാൻ എന്നൊരു ജേണി ഉണ്ട് രാവിലെ. അതുകൊണ്ട് എനിക്ക് പ്രോപ്പർലി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഓവർവ്യൂ ആയിരിക്കും തരുന്നത്. കാരണം നിങ്ങളെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് എനിക്ക് ആരോഗ്യമുള്ള ദിവസം മാറ്റി വെക്കേണ്ട എന്നൊരു ചിന്താഗതിയിലാണ് ഞാൻ കാര്യം. ചില ദിവസങ്ങളിൽ എനിക്ക് ആരോഗ്യമില്ലാത്ത ദിവസങ്ങൾ വരും. അതായത് എനിക്ക് പനിയോ ജലദോഷമോ ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പം ഞാൻ നാച്ചുറലി സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം ഇന്ന് എനിക്കൊരു രാവിലെ ഒരു ജേണി ഉണ്ട്. എന്നാലും ഞാൻ ഈ കിട്ടിയ സമയം, എനിക്ക് ഒരുപാട് സമയം കിട്ടിയില്ല, അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ തരാനാണ് ശ്രമിക്കുന്നത്. ചിലപ്പോൾ ഒരു ഡീപ്പ് എക്സ്പ്ലനേഷൻ തരാൻ കഴിഞ്ഞു എന്ന് എനിക്ക് വരത്തില്ല. സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പം വിൽ അക്സെപ്റ്റ് എസ്സി ഡിസിഷൻ ഓൺ ദല്ലേവാൾ സ്റ്റിർ സെന്റർ എന്നൊരു ന്യൂസ്. ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ചൊരു ഇതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് തന്നായിരുന്നു. ഇന്ത്യയിലെ കർഷകർ ഇപ്പൊ വീണ്ടും വാർ പാത്തിലാണ്. ദേ ആർ ആക്ച്വലി their leader is also actually fasting for meeting some demands from the central government. The main demand for them is to provide them a legal guarantee for MSP, minimum support price. Minimum support price എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ CCA ആണ് ഇതിന്റെ ഡിസിഷൻ ഒക്കെ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. അവർക്ക് അതിനുള്ള ഇൻപുട്ട് കൊടുക്കുന്ന CCAP, കമ്മീഷൻ ഫോർ കോസ്റ്റ് ആൻഡ് അഗ്രികൾച്ചർ പ്രൈസിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇതിലെ ഈ ഫാമർ ലീഡർ ദല്ലേവാൾ എന്ന് പറയുന്ന ഫാമർ ലീഡർ, he is fasting for the last 37 days and he is a cancer patient also, and his health condition is deteriorating day by day. And Punjab government, Supreme Court, Government of India, everybody is requesting him to end his fast, but the farmers surrounding him is not even ready to permit the Punjab state officials to meet him. That is the situation there. Appo Supreme Court is going to take some measures immediately to save his life. Yesterday, Agriculture Minister of India Shivraj Singh Chauhan said that they will accept whatever is the decision of Supreme Court. Whatever is the decision of Supreme Court to end this stalemate, central government will accept. Central government will obey the Supreme Court's decision. That is the assurance of the Agriculture Minister of India, that is Shivraj Singh Chauhan. Everybody knows his name. അപ്പൊ അതാണ് ഈ ഫ്രണ്ട് പേജിലെ ആദ്യത്തെ ന്യൂസ്. അതിനപ്പുറം എനിക്ക് അതിലൊന്നും പറയാനില്ല. അത്രയേ ഉള്ളൂ പറയാൻ. ഇനി നെക്സ്റ്റ്, നെറ്റ് GST ഗ്രോത്ത് slumps to 3.3% in December. You all know that GST collection data every month, Government of India Finance Ministry used to release the GST collection data, and Hindu will prominently feature that as a very important news because GST collection data reflects the performance of our economy in each and every month. അപ്പോൾ GST കളക്ഷൻ കഴിഞ്ഞ മാസവും കൂടി. പക്ഷെ ഇവരുടെ ഹെഡിങ് കാണുമ്പോൾ എന്തോ വലിയൊരു ട്രാജഡി സംഭവിക്കുന്ന രീതിയിലാണ്. നെറ്റ് GST ഗ്രോത്ത് slumps to 3.3%. ശ്രദ്ധിക്കണം, നെറ്റ് GST ഗ്രോത്ത് slumps to എന്നാണ്, അല്ല ഗ്രോത്ത് ഇല്ലെന്നല്ല. There is growth, but that GST growth slumps എന്നാ പറഞ്ഞത് 3.3% ആയിട്ട് കുറഞ്ഞു ആസ് കമ്പയർഡ് ടു ദ previous month ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നവംബറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ബട്ട് ആസ് കമ്പയർഡ് ടു പ്രീവിയസ് ഇയർ ദ ഗ്രോത്ത് ഈസ് ഓൾമോസ്റ്റ് 7%, ഐ തിങ്ക്. അങ്ങനെ കണ്ടാണ് ഞാൻ ഇത് വായിച്ചത്. ഗ്രോത്ത് പെർസെൻറ്റേജ് നിങ്ങൾ വായിക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. GST കളക്ഷനെ കുറിച്ചുള്ളൊരു ഒരു ഇൻഫർമേഷൻ ഇവിടെ വന്നതുകൊണ്ട്. ആൻഡ് ദാറ്റ് GST കളക്ഷൻ ഡേറ്റ ഇസ് നോട്ട് ഗോയിങ് ടു ബി ആസ്ക്ഡ് ഇൻ എനി ഓഫ് ദ എക്സാമിനേഷൻ ബിക്കോസ് ദാറ്റ് ഡേറ്റ വിൽ വേരി ഈച്ച് ആൻഡ് എവറി മന്ത്. അങ്ങനെയുള്ള വേരിയിങ് ഡേറ്റ ഒരിക്കലും എക്സാമിന് ചോദിക്കില്ല. വാട്ട് വാസ് ദ GST കളക്ഷൻ ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ, വാട്ട് വാസ് ദ GST കളക്ഷൻ ഫോർ ദ മന്ത് ഓഫ് നവംബർ 2024. നോബഡി ഈസ് ഗോയിങ് ടു ആസ്ക് സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നടന്നിരിക്കണം. എന്തുകൊണ്ടാണ് GST കളക്ഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്ന എന്നൊക്കെ. GST കളക്ഷൻ ചെയ്യുന്നത് ആരാണ്? CBIC ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ഈസ് ദ ഏജൻസി റെസ്പോൺസിബിൾ ഫോർ ദ കളക്ഷൻ ഓഫ് GST ഇൻ ഇന്ത്യ. CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ആൻഡ് GST കൗൺസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. GST Council is the governing body of the implementation of GST in India. They are taking all the policy decisions regarding the implementation of GST in India, and the chairperson of GST Council is Finance Minister of India, that is Nirmala Sitharaman, and the members of the GST Council are the state finance ministers. അതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. GST Council ഡിഫറെന്റ് ടൈപ്സ് ഓഫ് GST എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ കോമൺ മാനും വരെ അറിയാം. CGST, SGST and IGST. CGST state GST, central GST, SGST state GST, IGST is the integrated GST. അങ്ങനെ 3 ടൈപ്പ് ഓഫ് GST ആണ് ഇന്ത്യൻ പൗരന്മാര്, ഇന്ത്യൻ സിറ്റിസൺസ് പേ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. പിന്നെ GST ആയിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ നെറ്റ്വർക്കാണ് GSTN, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്.
that is a software backbone of GST, goods and service tax. Software backbone of GST, അതാണ് GSTN, goods and service tax network എന്ന് പറയുന്നത് GSTN. പിന്നെ ITC എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതിൻ്റെ അകത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. ഇൻപുട്ട് ടാക്സ് തൊട്ട് വേറെ ഒന്നുമില്ല. ഞാനിപ്പോൾ ഒരു GST പേ ചെയ്യുന്ന ആളാണ്, കാരണം ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ആളാണ്. സോ ഐ എം പേയിങ് GST. ഐ ഹാവ് GST നമ്പർ ഓൾസോ. അപ്പോൾ ഞാനിപ്പോൾ ഈ മന്തിൽ ഒരു GST ഒരാൾക്ക് പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരു വെണ്ടർ, ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഇന്ററാക്റ്റീവ് ബോർഡ്, അത് അത്യാവശ്യം നല്ല വിലയുള്ളതാ, അത് വാങ്ങുമ്പോൾ 18% GST, that will comes around 20-25,000 rupees. GST alone it will comes around 20-25,000 rupees that I paid to my vendor who provided this interactive board. അപ്പം ഞാൻ ഓൾറെഡി ആ GST അടച്ചു കഴിഞ്ഞു. ഇനി ഈ മാസം എനിക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അടക്കാനുള്ള GST 2 lakhs ആണെന്ന് കരുതുക, 2 ലക്ഷം. അപ്പോൾ അതിൽ ഞാൻ ഏതൊക്കെ വെണ്ടേഴ്സിന് GST കൊടുത്തിട്ടുണ്ടോ അതെല്ലാം എൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എൻ്റെ പേരിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ 25,000 ഈ ബോർഡ് മേടിച്ച വെണ്ടറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ GST പേ ചെയ്യേണ്ട സമയത്ത് ഞാൻ ഒരു 2 ലക്ഷമാണ് അടയ്ക്കേണ്ടെങ്കിൽ ആ 2 ലക്ഷത്തിൽ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ഇവിടെ 25,000 റിഫ്ലക്ട് ചെയ്യും. that 25,000 can be deducted from my total GST liability. അപ്പോൾ എനിക്ക് 1.75 lakhs അടച്ചാൽ മതി. അങ്ങനെ വേരിയസ് ആൾക്കാരൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് എനിക്ക് അങ്ങനെ കുറഞ്ഞ് കിട്ടും. അവസാനം ഫൈനലി ചിലപ്പോൾ എനിക്ക് 1 ലക്ഷമൊക്കെ കൊടുക്കേണ്ടി വരുള്ളൂ, 2 ലക്ഷം കൊടുക്കേണ്ട സാധനത്തിൽ. അതിനാണ് ITC എന്ന് പറയുന്നത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നത്. പക്ഷെ അത് GST നമ്പർ ഉള്ളവർക്ക് അങ്ങനെ പറ്റുള്ളൂ. ഓക്കെ, അതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റുന്നൊരു കാര്യം, ITC എന്താണെന്ന് പറഞ്ഞുതരാൻ. ഓക്കെ, പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം യൂണിയൻ ക്യാബിനറ്റ്, അതല്ല സോറി, 1984 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, ടോക്സിക് വേസ്റ്റ് ലീവ് സിറ്റി. അത് ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ആഫ്റ്റർ 40 years this toxic waste from the Union Carbide factory in Bhopal transferred to Pithampur industrial area. Pithampur industrial area is very much close to Noida, the cleanest city in India. That's why Noida municipal corporation authorities asked the Madhya Pradesh government not to transport this waste to that area. അത് കാര്യം എന്ന് വെച്ചാൽ ആ ക്ലീനർ സിറ്റിയുടെ അവർ എൻവയോൺമെന്റിനെ അത് ബാധിക്കുമെന്ന് പറഞ്ഞൊക്കെ അവർ ആവശ്യപ്പെട്ടു. പക്ഷെ അത് മാറ്റി ട്രാൻസ്ഫർ ചെയ്തു. അപ്പം യൂണിയൻ കാർബൈഡ് ഫാക്ടറി ഭോപ്പാലിലാണ്. അവിടെ നിന്ന് ഈ പറഞ്ഞ ടോക്സിക് വേസ്റ്റ് ഒക്കെ 1984 ഈ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ട്രാജഡിയുടെ അവശിഷ്ടങ്ങൾ, ആ ടോക്സിക് വേസ്റ്റുകൾ 40 വർഷത്തിന് ശേഷം, അന്ന് ജനിച്ച കുട്ടിക്ക് 40 വയസ്സായി കാണുമെന്ന്, ഇപ്പോൾ പിതാംബൂർ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം, നമുക്ക് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ യുക്രൈൻ ഹാൾസ് ട്രാൻസിറ്റ് ഓഫ് റഷ്യൻ ഗ്യാസ് ടു യൂറോപ്പ്. You all know very well that Russia is one of the largest gas producers in the world. According to my knowledge, Russia is the largest gas producer in the world, and Europe is very much dependent on Russian gas. And after the starting of Russia-Ukraine war, that gas supply to Europe from Russia is almost halted or കർട്ടൈൽ എന്ന് പറയാം. ഹാൾട്ടഡ് എന്ന് പറയാൻ പറ്റില്ല, കർട്ടൈൽഡാണ്. ഇപ്പൊ ജർമ്മനിയൊക്കെ ടു മച്ച് ഡിപ്പെൻഡന്റ് ഓൺ റഷ്യൻ ഗ്യാസ് ആയിരുന്നു. ബട്ട് നോർഡിക് ഗ്യാസ് പൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതാണ് ജർമ്മനിയിലേക്ക് റഷ്യയിൽ നിന്ന് ഗ്യാസ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന പൈപ്പ് ലൈനാണ് നോർഡിക് ഗ്യാസ് പൈപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇപ്പം എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ജർമ്മനി ആ സപ്ലൈ വാങ്ങുന്നതുമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ദാറ്റ് ക്രിയേറ്റ് പ്രോബ്ലംസ് ഫോർ ജർമ്മൻ എക്കോണമി ഓൺലി, ബിക്കോസ് ജർമ്മൻ എക്കോണമി ഈസ് ഫേസിങ് severe inflation because of the hike in gas prices due to the non-availability of gas from Russia. അവർ വേറെ സ്ഥലങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്യുന്ന ഗ്യാസിന്റെ പ്രൈസ് കൂടി. അത് ജർമ്മനിയിലെ ഇൻഫ്ലേഷനും എക്കണോമിക് സ്ലോ ഡൗണിനൊക്കെ കാരണമായിട്ടുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി, ഈ റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഗ്യാസ് പൊക്കോണ്ടിരുന്ന യുക്രൈൻ വഴിയാണ്. ദാറ്റ് വാസ് ദ ട്രാൻസിറ്റ് റൂട്ട് ഓഫ് ഗ്യാസ് ഫ്രം റഷ്യ ടു യൂറോപ്പ്, യുക്രൈൻ. അവിടെ ഒരു 5-year അഗ്രിമെന്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഗ്യാസ് യൂറോപ്പിലേക്ക് യുക്രൈൻ വഴി കൊണ്ടുപോകാൻ. ബട്ട് ദാറ്റ് ട്രാൻസിറ്റ് അഗ്രിമെന്റ് വാസ് എൻഡഡ് ഇൻ ദ ലാസ്റ്റ് മന്ത്, ഡിസംബർ. അപ്പം അതിനുശേഷം യുക്രൈൻ അത് പുതുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അത് യൂറോപ്പിൽ റഷ്യൻ ഗ്യാസിന്റെ സപ്ലൈ ബാക്കി ഉണ്ടായിരുന്ന കൂടെ സ്റ്റോപ്പ് ആവാൻ കാരണമായി. യുക്രൈൻ ഹാൾസ് ട്രാൻസിറ്റ് ഓഫ് റഷ്യൻ ഗ്യാസ് ടു യൂറോപ്പ്. അതൊരു എനർജി ക്രൈസിസ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. അതിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, പിന്നെ സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ന്യൂസ് എന്ന് പറയുന്നത് ഇവിടെ TM കൃഷ്ണ റിസീവ് സംഗീത കലാനിധി അവാർഡ് എന്ന് പറയുന്ന ന്യൂസ് കാണാം. ഇത് ഇടയ്ക്ക് വെച്ച് കോൺട്രവേഴ്സി ആയതാണ്. ഐ ഓൾറെഡി ഡിസ്കസ് ദിസ് ഇഷ്യൂ വിത്ത് യു പീപ്പിൾ
during my last month sessions. T.M. Krishna is one of the most prominent Carnatic music figures in India, but he's also controversial. His stand against Hinduism, ഹിന്ദുയിസം എന്ന് പറയാൻ പറ്റില്ല, തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. ഹിന്ദുത്വ ഫോഴ്സസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ക്രിറ്റിസിസം ഒക്കെ വിളിച്ചു വരുത്തി. അതിനുശേഷം അദ്ദേഹം ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു. ബിക്കോസ് MS Subbulakshmi is a very revered figure in Carnatic music. She is a Bharat Ratna recipient, but she is a Brahmin. Because of her Brahmin roots, this T.M. Krishna was very much critical about MS Subbulakshmi. പക്ഷേ ഈ സംഗീത കലാനിധി അവാർഡ് എന്നുള്ളത് MS Subbulakshmiയുടെ പേരല്ല. അങ്ങനെ MS Subbulakshmiയുടെ പേരിൽ ഉള്ള ഒരു അവാർഡ് ഈ ഇത്രയും വലിയ ക്രിട്ടിക്കായ T.M. കൃഷ്ണയ്ക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ് വിഷയമൊക്കെ ആയി. പക്ഷേ ഇപ്പൊ അവാർഡ് കൊടുക്കാനൊക്കെ ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടു. അതാണ് ഈ പ്രശ്നം. T.M. കൃഷ്ണ, ഞാൻ ഇത്രയും ഇത് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, അത് അത്രയും വലിയൊരു ഇഷ്യൂ ഒന്നും ആയതുകൊണ്ടൊന്നും അല്ല. T.M. കൃഷ്ണ മാക്സസെ അവാർഡ് വിന്നർ ആണ്. എന്ത് അവാർഡ് വിന്നർ ആണ്? മാക്സസെ അവാർഡ്. മാക്സസെ അവാർഡ് എന്ന് പറഞ്ഞാൽ ഏഷ്യൻ നോബൽ പ്രൈസ് എന്നാണ് അറിയപ്പെടുന്നത്. ഏഷ്യൻ നോബൽ പ്രൈസ്, മാക്സസെ അവാർഡ്. റമോൺ മാക്സസെ വാസ് എ ഫോർമർ പ്രസിഡന്റോ അങ്ങനെ മിനിസ്റ്ററോ അങ്ങനെ എന്തോ ആയിരുന്നു ഇവിടെ ഫിലിപ്പൈൻസിൽ. ഹി ഡൈഡ് ഇൻ എ പ്ലെയിൻ ക്രാഷ്. ഹി വാസ് കിൽഡ് ഇൻ എ പ്ലെയിൻ ക്രാഷ്. In his memory, this Philippines government instituted an award, that is Ramon Magsaysay Award. That Magsaysay Award is now known as Asian Nobel Prize. Many of the Indians got this Asian Nobel Prize, Ramon Magsaysay Award. And one among them is T.M. Krishna. ഒരുപാട് പേര് നമ്മളെ കേരളത്തിൽ നിന്ന് വർഗീസ് കുര്യൻ, വൈറ്റ് റവല്യൂഷന്റെ ഫാദർ, അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു കുതിച്ചുചാട്ടം സൃഷ്ടിച്ച സംഭവം വൈറ്റ് റവല്യൂഷൻ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ്, അല്ലെങ്കിൽ അമുലിന്റെ ഫാദർ, ഇതൊക്കെ വർഗീസ് കുര്യനാണ്. ആ വർഗീസ് കുര്യന്റെ മാക്സസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയിട്ടുണ്ട്. കിരൺ ബേഡി, ദ ഫസ്റ്റ് വുമൻ IPS ഓഫീസർ ഓഫ് ഇന്ത്യ, ഷി ഓൾസോ ഗോട്ട് മാക്സസ് അവാർഡ്. T.M. Krishna got മാക്സസ് അവാർഡ്. മെനി പീപ്പിൾ. സായിനാഥ് ഈസ് എ ജേർണലിസ്റ്റ് ഇൻ ഹിന്ദുവിലെ ജേർണലിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഹിന്ദുവിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ സായിനാഥിനൊക്കെ മാക്സസ് അവാർഡ് കിട്ടുന്നുണ്ട്. മാക്സസ് അവാർഡിന് അറിയപ്പെടുന്ന ഏഷ്യൻ നോബൽ പ്രൈസ് എന്നാണ്. ഹി ഈസ് ഓൾസോ എ റെസിപ്പന്റ് ഓഫ് ഏഷ്യൻ നോബൽ പ്രൈസ്, ദാറ്റ് ഈസ് മാക്സസെ അവാർഡ് അല്ലേ. അപ്പം അതൊക്കെ കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ, ഇന്ത്യയിലെ നെക്സലിസം അവസാനിക്കാൻ പോകുന്നു എന്ന് ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നു. ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നതിന് മുമ്പേ തന്നെ ഞാൻ ആ കാര്യം വിശ്വസിക്കുന്നു. ബിക്കോസ് during the last 5 to 6 years, the Naxalite movement in India got very big blows from the security forces in India, especially paramilitary forces in India. CRPF is actively fighting the Naxalite menace in India, and many of the states are showing tremendous progress. ഈ ഒരു നെക്സലിസം എന്ന് പറയുന്ന സംഭവത്തിനെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നതല്ലേ. only some pockets in Chhattisgarh is facing the brutal violence of Naxalism recent days. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അത് ഓൾമോസ്റ്റ് ഇല്ലാതായി. അതുപോലെ മഹാരാഷ്ട്രയിലെ ഈ പറഞ്ഞ ഗച്ച്രോളി എന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കര നക്സൽ പ്രോബ്ലം ആയിരുന്നു. അവിടേക്ക് ഇന്നലെ കുറെ നക്സലൈറ്റുകൾ. ദേവേന്ദ്ര ഫട്നാവിസ്, ഹി ഈസ് ഓൾസോ ദ ഹോം മിനിസ്റ്റർ ഓഫ് മഹാരാഷ്ട്ര. ഹി ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ഹോം മിനിസ്റ്റർ ഓഫ് മഹാരാഷ്ട്ര. അദ്ദേഹത്തിന്റെ മുന്നിൽ ഇന്നലെ ഈ നക്സലൈറ്റുകൾ ആയുധം വെച്ച് കീഴടങ്ങി. നക്സലൈറ്റുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോഴ്സ് ആണ്, ഛത്തീസ്ഗഡിലൊക്കെ വളരെ ആക്റ്റീവ് ആണ്, കോബ്ര എന്ന് പറയുന്ന ഫോഴ്സ്. കോബ്ര മീൻസ് കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. ദിസ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് വിംഗ് ഓഫ് CRPF ടു കോംബാറ്റ് ദ മെനേസ് ഓഫ് Maoism, Naxalitism. Cobra, Commando Battalion for Resolute Action. And Himachal Pradesh government is going to rename Himachal Pradesh Institute of Public Administration. Himachal Pradesh Institute of Public Administration is going to be renamed as Manmohan Singh Institute, because you know, all know Manmohan Singh recently passed away, the former Prime Minister of India and the former Finance Minister of India, Manmohan Singh, who is largely credited with the economic ലിബറലൈസേഷൻ ഓഫ് ഇന്ത്യ. അപ്പം അദ്ദേഹത്തിന്റെ മെമ്മറിക്ക് വേണ്ടി, എസ്പെഷ്യലി ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. സുഖ്വീന്ദർ സിംഗ് സുഖു ഹിമാചൽ പ്രദേശിന്റെ കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ ആണ്. അദ്ദേഹം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് മൻമോഹൻ സിംഗിന്റെ പേര് കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ ഇവിടെ വേറൊന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ എഡിറ്റോറിയൽ പേജില് ഫസ്റ്റ് എഡിറ്റോറിയൽ ഈസ് റിഗാർഡിംഗ് the issues in Manipur and northeastern states. മണിപ്പൂരിൽ മാത്രമല്ല, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ ഇഷ്യൂ ഇതിൽ മൊത്തത്തിൽ പറഞ്ഞില്ലേ. മെയിൻ കൺസേൺ ഈസ് റിഗാർഡിംഗ് ദ മണിപ്പൂർ ഇഷ്യൂ. അത് എന്താണെന്ന് വെച്ചാൽ, ബീരേൻ സിംഗ് മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ ഒരു അൺകണ്ടീഷണൽ അപ്പോളജി ടെൻഡർ ചെയ്തിരുന്നു ഡേ ബിഫോർ യെസ്റ്റർഡേ ഫോർ ദ വയലന്റ്
അജിറ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, വയലന്റ് ആയിട്ടുള്ള ഒരു റയറ്റ് happened in Manipur during the last 1.5 years between the majority community, Meitei community and the tribal community, the Kuki community. അപ്പം ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തതിലാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ബീരേൻ സിംഗ് മാപ്പൊക്കെ പറഞ്ഞത്, അപ്പോളജി ഒക്കെ പറഞ്ഞത്. അതേ സമയത്ത് തന്നെ ഹോം മിനിസ്ട്രി ഓഫ് ഇന്ത്യ മണിപ്പൂർ ഉൾപ്പെടുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ സമാധാനം കൊണ്ടുവന്നെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തു. ആ സ്റ്റേറ്റ്മെന്റ് പക്ഷെ ഒരു സെൽഫ് കൺഗ്രാജുലേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതല്ലാതെ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും അവിടെ ഇല്ല എന്നാണ് ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പറഞ്ഞത്. പക്ഷെ ഞാൻ ആ ഒരു അഭിപ്രായത്തോട് പൂർണ്ണമായിട്ടും വിയോജിക്കുന്നു ഈ എഡിറ്റോറിയൽ. കാരണം എക്സെപ്റ്റ് മണിപ്പൂർ ഈസ് എ സ്റ്റേറ്റ് ഇൻ നോർത്ത് ഈസ്റ്റ്, വി ഓൾ നോ ദാറ്റ് ഫാക്ട്. Out of 8 states in out of 8 states in Northeast, Manipur is the only state having the severe law and order problem now. All other states are relatively peaceful. Assam was one of the most violent, extremist affected state during 80 തൊട്ടൊരു 2010 വരെയൊക്കെ അസം വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിരുന്നു. ഇപ്പൊ ലാർജ്ലി അഫ്സ്പ AFSP ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് എന്ന് പറഞ്ഞ പിന്നീട് ആക്ട് AFSP ഇപ്പൊ ലാർജ്ലി ആബ്സെന്റ് ആണ് ആസാമില്. ഓൾമോസ്റ്റ് എല്ലാ പ്ലേസ് ആസാമിലെ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്ട്സിൽ നിന്നും AFSP ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് എടുത്തു കളഞ്ഞു. ത്രിപുരയിൽ നിന്ന് എടുത്തു കളഞ്ഞു. മിസോറാമിലും നാഗാലാൻഡിലും മേഘാലയയിലും അരുണാചൽ പ്രദേശിലും ഒക്കെ AFSP നിലവിലിരുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ മിക്കവാറും ഒക്കെ മാറി. ചില സ്ഥലങ്ങളിൽ ചില പോക്കറ്റ്സിൽ മാത്രമാണ് ഇപ്പൊ AFSP ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് ഉള്ളത്. ഇപ്പൊ നമ്മൾ നോർത്ത് ഈസ്റ്റിൽ നിന്ന് മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് വയലൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് മണിപ്പൂരിൽ നിന്ന് മാത്രമാണ് ഈ വയലൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മണിപ്പൂർ ഒരു പ്രോബ്ലം അല്ലെന്നല്ല പറഞ്ഞത്, മണിപ്പൂരിലെ പ്രോബ്ലം തന്നെയാണ്, അത് സോൾവ് ചെയ്യപ്പെടേണ്ടതുമാണ്. അപ്പൊ അതുകൊണ്ട് ഹോം മിനിസ്ട്രി അവകാശപ്പെട്ടത് ആ ലാർജർ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനെ കുറിച്ച് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ എല്ലാത്തിനെ കുറിച്ചാണ് അവർ അവകാശപ്പെട്ടത്, നോർത്ത് ഈസ്റ്റേൺ റീജിയനെ കുറിച്ചാണ് അവകാശപ്പെട്ടത്. അപ്പോൾ ആ അവകാശവാദത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹിന്ദു ഒള്ളി മണിപ്പൂരിന്റെ കേസ് മാത്രം എടുത്തിട്ടാണ് നോർത്ത് ഈസ്റ്റ് ഈ പറഞ്ഞ ഹോം മിനിസ്ട്രിയുടെ ഈ അവകാശവാദത്തിന് ഇതിൽ ക്രോസ് ചെയ്തേക്കുന്നത്. മണിപ്പൂരിന്റെ കേസിൽ ശരിയാണ്, അവിടെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം വളരെ വലുതായിട്ടുണ്ട്, അത് സോൾവ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ എക്സെപ്റ്റ് മണിപ്പൂർ, ഓൾ അതർ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആർ റിലേറ്റീവ്ലി പീസ്ഫുൾ ആസ് കമ്പയർഡ് ടു ദ പ്രീവിയസ് ഡെക്കേഡ്സ്. അപ്പോൾ ഹോം മിനിസ്ട്രി ക്യാൻ ഓൾസോ ടേക്ക് സം ക്രെഡിറ്റ് ഫോർ ദാറ്റ്, ബിക്കോസ് ഹോം മിനിസ്ട്രി ഇസ് ദ റെസ്പോൺസിബിൾ മിനിസ്ട്രി ഫോർ ദ ഇന്റേണൽ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്റേണൽ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്ത് അവർക്ക് അതിൽ ക്രെഡിറ്റ് എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ എഡിറ്റോറിയലിൽ കംപ്ലീറ്റ് മണിപ്പൂരിന്റെ വിഷയം മാത്രം എടുത്തിട്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞ മൊത്തം ലാർജ് ആയിട്ടുള്ള ഒരു ഏരിയയെ കുറിച്ച് ഹോം മിനിസ്റ്റർ പറഞ്ഞേക്കുന്നതിന് ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ഫാം ഫയർ എന്ന് പറയുന്ന എഡിറ്റോറിയൽ. അത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൂടുതൽ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ദലേവാൾ എന്ന് പറയുന്ന ആ ലീഡർ, സംയുക്ത കിസാൻ മോർച്ച എപൊളിറ്റിക്കൽ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അതിന്റെ ലീഡറാണ്. ഹീസ് ഫാസ്റ്റിംഗ് ഫോർ ദ ലാസ്റ്റ് 37 days. ഹീസ് എ ക്യാൻസർ പേഷ്യന്റ് ഓൾസോ, ബട്ട് ഹീസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് മെഡിസിൻസ് ഓർ ഹീസ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് ഹിസ് ഫാസ്റ്റിംഗ് ഓൾസോ. അതാണ് ഇപ്പോഴത്തെ പ്രോബ്ലം. സുപ്രീം കോടതി ഇന്റർവ്യൂൻ ചെയ്തിട്ടും പഞ്ചാബ് ഗവൺമെന്റ് ട്രൈ ചെയ്തിട്ടും ഒന്നും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ലീഗൽ ഗ്യാരണ്ടി ഓഫ് MSP മാത്രമല്ല, വേറെ 1-2 ആവശ്യങ്ങളും കൂടെ ഉണ്ട്. ഈ ഫാം ലോസ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ 3 നിയമങ്ങൾ നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്നത്, അത് പിന്നീട് വിത്ഡ്രോ ചെയ്തവർ. ആ നിയമങ്ങൾ കൊണ്ടുവന്ന സമയത്ത് ഇന്ത്യയിൽ പലയിടത്തും കുറെ അജിറ്റേഷൻസ് ഉണ്ട്. ആ അജിറ്റേഷന്റെ സമയത്ത് കുറെ ഫാമേഴ്സിന് അഗേൻസ്റ്റ് ആയിട്ട് ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്ത് ആ കേസസ് പിൻവലിക്കണം. പക്ഷെ അതിൽ കൊലപാതക കേസുകൾ വരെ ഉണ്ട്. അപ്പൊ അതൊക്കെ എല്ലാം ഒന്നും പിൻവലിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അത് പിൻവലിക്കണം എന്നുള്ളതാണ് വേറൊരു ആവശ്യം. അങ്ങനെ 2-3 ആവശ്യങ്ങളാണ് അതിൻ്റെ അകത്ത് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് ഈ എഡിറ്റോറിയലിന്റെ സ്വരം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ എഡിറ്റോറിയലിന്റെ ഡയറക്ട്ലി അങ്ങനെ ഹിന്ദു പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ലെങ്കിലും അവര് ഇതിൽ പറയുന്ന ഒരു കാര്യം, ദലേവാളിന് ആഗ്രഹമുണ്ട് ഫാസ്റ്റിംഗ് എൻഡ് ചെയ്യാൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ഫാസ്റ്റിംഗ് എൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക്, അദ്ദേഹത്തിന്റെ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമരം ഹൈജാക്ക് ചെയ്തിരിക്കുന്ന കുറെ ആൾക്കാർ സമ്മതിക്കുന്നില്ല എന്ന് ഈ എഡിറ്റോറിയൽ വായിക്കാൻ മനസ്സിലാവും. ഇപ്പൊ ദലേവാളിന്റെ ലൈഫ് ത്രെട്ടിലായി അദ്ദേഹം മരിച്ചാലും പ്രശ്നമല്ല, കുറെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള താല്പര്യമുള്ള ആരൊക്കെ ഉണ്ടെന്ന് ഈ എഡിറ്റോറിയൽ വായിക്കാൻ നമുക്ക് തോന്നും. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. Some people surrounded him and they are not ready to accept any kind of discussions or any kind of consensus between government and this farm leader. And even if his situation
go out of control. Then also they want to achieve some objectives. അപ്പം those people are forcing this Dalewal not to end his fast. അതാണ് പ്രശ്നം. അപ്പോൾ അത് ഈ എഡിറ്റോറിയൽ വായിക്കാൻ മനസ്സിലാവും. ആരെന്നൊന്നും അത് എഴുതിയിട്ടില്ല, ആരെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. ഞാൻ ഈ എഡിറ്റോറിയൽ വായിച്ചപ്പോൾ അതിനകത്ത് അവർ ആ ഒരു രീതിയിൽ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിലും സെക്കൻഡ് പാരഗ്രാഫിലും ഒക്കെ പറയുന്നുണ്ട്. എനിവേ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ is taking this issue very seriously. അപ്പം they are going to issue some directions to government of India, I think so. Already they gave directions to Punjab government, and this is the last day, Thursday. Today is Thursday. This is the last day for Punjab government to take appropriate action to end the fasting of Dalewal and save his health. ഇന്ന് പഞ്ചാബ് ഗവൺമെന്റ് ആക്ഷൻ എടുത്തില്ലെങ്കിൽ it will become a contempt of court. കോടതി അലക്ഷ്യം ആവും. At the same time, Supreme Court of India will give some directions to Government of India also. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇതൊരിക്കലും ഒരു ഡയറക്ഷൻ അവർ കൊടുത്തില്ല, അവർക്ക് എന്തെങ്കിലും ഡയറക്ഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് ഈ സെക്കൻഡ് എഡിറ്റോറിയൽ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ ഇത് ഒരു പ്യൂർലി ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള എഡിറ്റോറിയലാണ്. പാർലമെന്ററി പ്രൊസീഡിങ്സ് നടക്കാതെ പോകുന്നത് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള കുറെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നും ഭരണപക്ഷവും പ്രതിപക്ഷവും ഗവൺമെന്റും ഒപ്പോസിഷനും ഇപ്പൊ എനിമീസിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നതെന്നും പഴയ കാലഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ശശി തരൂർ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അത് വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്, വേണമെങ്കിൽ വായിച്ചോളുക. ഓക്കെ, അതിൻ്റെ അകത്ത് അല്ലാതെ ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂ അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടാക്ലിംഗ് ഡീലിമിറ്റേഷൻ ബൈ റിവേഴ്സിംഗ് പോപ്പുലേഷൻ കൺട്രോൾ, ഇതെന്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്നും വായിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ പെട്ടെന്ന് നോക്കി കാര്യങ്ങൾ ഇന്ന് പറഞ്ഞുതരാം. ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ചന്ദ്രബാബു നായിഡു ആൻഡ് തമിഴ്നാടു ചീഫ് മിനിസ്റ്റർ M.K. Stalin, both of them talked recently about population increase in South Indian states. Okay, population decrease ne kurichana nammal itrayum kalam samsarichukondirunnu. Now they are talking about population increase. Why they spoke in such a way? This is mainly because of the fact that India is going to witness delimitation after the year of 2026. 2025, this year, is going to witness the census of India, or census process is going to start this year. After 2025 census, in 2026-27 period, there will be delimitation process. Delimitation എന്താണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളത് അതാണ്. പാർലമെന്റിന്റെ ലോക്സഭയുടെ സീറ്റുകളുടെ എണ്ണം should be based on the population of India. That is as per the Constitution of India. As per the Constitution of India, Indian Lok Sabha constituencies number should be in accordance with the population of India, in proportionality with the population of India. But after 1970s, that delimit അപ്പോൾ അങ്ങനെ ആക്കണമെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് delimitation exercise based on census figures. This delimitation exercise will be conducted and number of seats in Lok Sabha will gradually increase. എന്താണ് കാര്യം, ഓരോ വർഷം കൂടുമ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോപ്പുലേഷൻ അനുസരിച്ചാണ് ലോക്സഭ സീറ്റ്സ് വരേണ്ടത്. ബട്ട് ഡ്യൂറിങ് 1970s, എനിക്കൊന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കണ്ടാണ്, ഡീലിമിറ്റേഷൻ പ്രോസസ് വാസ് ഫ്രീസ് യൂസിങ് സം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്ന ഡീലിമിറ്റേഷൻ നടത്തണമെന്നാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കണമെങ്കിൽ there should be some constitutional amendments. Up to 2026 വരെ അങ്ങനെ ഡീലിമിറ്റേഷൻ നടത്താതെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്കി വെച്ചാൽ അപ്പം 2026 ഡീലിമിറ്റേഷൻ നടത്താനുള്ള അവസരം വീണ്ടും ഗവൺമെന്റിന് കിട്ടും. കാര്യം അതുവരെ ഇത് ഫ്രീ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 2026 ഡീലിമിറ്റേഷൻ വരുമ്പം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നോർത്തേൺ സ്റ്റേറ്റ്സ് ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എൻ്റെ കാര്യത്തിൽ ഫെയിലുവർ ആയിരുന്നു. എസ്പെഷ്യലി ഉത്തർപ്രദേശ്, ബീഹാർ ലൈക്ക് സ്റ്റേറ്റ്സ് വെയർ ബിഗ് ഫെയിലുവേഴ്സ് in the process of family planning. So their population explosion happened, and at the same time South Indian states implemented family planning very beautifully. That's why population decreased in South Indian states, and in some states population increase became stagnant. So as compared to South India, North India saw an exponential rise of population. So if delimitation is done based on the population as said in the Constitution of India, then definitely the political power will be shifted decisively in favor of North Indian states. And at the same time, South Indian states sometimes will lose some number of Lok Sabha seats. ചിലപ്പോൾ നഷ്ടപ്പെടാം, ഇപ്പോൾ ഉള്ള സീറ്റ്സ് വേണമെങ്കിൽ കുറയാം.
അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പൊ അത് പൊളിറ്റിക്കൽ പവർ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഇറലവന്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് പൊളിറ്റിക്കൽ പവറേ ഇല്ലാതാവും ഇന്ത്യൻ പൊളിറ്റിക്സിൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ആണ് ഇങ്ങനെ പോപ്പുലേഷൻ ഇൻക്രീസ് വരുത്തണമെന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് ഒരു നല്ല പോളിസി അല്ല. സ്റ്റേറ്റ് ഇന്റർവെൻഷൻ വഴി പോപ്പുലേഷൻ ഇൻക്രീസ് വരുത്തുന്നത് ലോകത്ത് ഒരു രാജ്യത്തും സക്സസ്ഫുൾ ആയിട്ടില്ല എന്ന് ചില എക്സാമ്പിൾസിന്റെ ബേസിൽ പറഞ്ഞേക്കുക. ചൈനയിൽ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഉപയോഗിച്ച് ഒരു പോപ്പുലേഷൻ ഡിക്രീസ് വരുത്തി. വൺ ചൈൽഡ് പോളിസി, ഡെങ് സിയാവോപിങ്ങിന്റെ പീരീഡിൽ ദേ സ്റ്റാർട്ടഡ് വൺ ചൈൽഡ് പോളിസി ആൻഡ് ദാറ്റ് കണ്ടിന്യൂഡ് ഫോർ അറൌണ്ട് 30 years, 3 decades, and that's why China is now the second most populated country in the world, and India overtook them, and India became the most populated country. പക്ഷേ അത് ചൈനയ്ക്ക് പിന്നെ ഡിസാസ്റ്റർസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കാൻ പോയി. അവിടെ ഏജിങ് പോപ്പുലേഷൻ കൂടി, വർക്കിംഗ് ക്ലാസ് കുറയുന്നു, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായി. നൗ ചൈന ഈസ് അഗെയിൻ ഗോയിങ് ബാക്ക് ടു 2 child പോളിസി. അപ്പൊ ചൈനയുടെ ആദ്യത്തെ പോളിസി ഫെയിലൂർ ആയിരുന്നു. ഇനി സെക്കൻഡ് ഇപ്പൊ 2 child പോളിസി വഴി വീണ്ടും അവർ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് ഓൾസോ going to become a disaster, because സൗത്ത് കൊറിയ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ ഈ പോപ്പുലേഷൻ ഡിക്രീസ് ഉണ്ടായപ്പോൾ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ വഴി അവർ പോപ്പുലേഷൻ കൂട്ടാൻ ശ്രമിച്ചു. പക്ഷെ അത് ഫെയിലൂർ ആയിരുന്നു. ലോകത്ത് ഒരു രാജ്യത്തും സ്റ്റേറ്റ് ഇന്റർവെൻഷൻ വഴിയുള്ള പോപ്പുലേഷൻ ഇൻക്രീസോ ഡിക്രീസോ അത്രയും സക്സസ്ഫുൾ ആയിട്ടില്ല. ഡിക്രീസ് സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു, ഇൻക്രീസ് സക്സസ്ഫുൾ ആയിട്ടില്ല. അപ്പം ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സിൽ ഒരു ആനുകൂല്യം കിട്ടാൻ വേണ്ടി പോപ്പുലേഷൻ കൂട്ടണമെന്ന് പറയുന്ന അതൊരു സ്റ്റേറ്റ് ഇന്റർവെൻഷൻ വഴിയുള്ള പോപ്പുലേഷൻ കൂട്ടലാണ്. അത് എങ്ങും ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടല്ല ഉള്ള കാര്യമല്ല. അതിന് പകരം ഡീലിമിറ്റേഷൻ പ്രോസസ്സ് എങ്ങനെ കുറച്ചുകൂടെ ന്യൂട്രലാക്കി മാറ്റാമെന്നാണ് ചിന്തിക്കേണ്ടതെന്നാണ് ഈ ആർട്ടിക്കിൾ. അത് ശരിയാണ്, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, അല്ല പോപ്പുലേഷൻ കൂട്ടാനല്ല ശ്രമിക്കേണ്ടത് നമ്മൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയേണ്ട ഒരു ടേമാണ് TFR, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. അത് കുറയുമ്പോഴാണ് പോപ്പുലേഷൻ കുറയുന്നത് കേട്ടോ. TFR, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്താണെന്ന് പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇഫ് സംബഡി doesn't know about TFR, total fertility rate, you should try to understand that using Google. ഞാനിപ്പോൾ അത് പറയുന്നില്ല, കാരണം അത് നിങ്ങളൊരു അസൈൻമെന്റ് ആയിട്ട് എടുത്തു. ഓക്കെ, നിങ്ങളത് എന്താണെന്ന് നോക്കിക്കൊണ്ടാൽ മതി. TFR കുറയുമ്പോഴാണ് പോപ്പുലേഷൻ റേറ്റ് കുറയുന്ന രാജ്യത്തിന്റെ. ഓക്കെ, പിന്നെ റേസ് ഫോർ ഫൈറ്റേഴ്സ്, IAF ഡിലെമ എന്ന് പറയുന്നൊരു ന്യൂസ് ഒക്കെ കാണാം. അത് വേറെ ഒന്നുമല്ല, ഈ ചൈന ഈ ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ പുതിയത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി ഒക്കെ അവരിപ്പം ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 6th generation ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ മാനുഫാക്ചറിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം, അതിന്റെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തു. അതേസമയത്ത് നമുക്ക് 5th generation ഫൈറ്റർ എയർക്രാഫ്റ്റ് പോലെ ആരെങ്കിലും വാങ്ങിയാലേ ഉള്ളൂ. നല്ലൊരു എയർക്രാഫ്റ്റ് എഞ്ചിൻ ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ത്യൻ എയർഫോഴ്സ് ചൈനീസ് എയർഫോഴ്സിന്റെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കും ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് ആശങ്കകളാണ് ഈ ആർട്ടിക്കിളിൽ പങ്കുവയ്ക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മറ്റ് ന്യൂസുകളിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം, ആഫ്റ്റർ 40 years ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, ടോക്സിക് വേസ്റ്റ് ലീവ് സിറ്റി. എങ്ങോട്ടേക്കാണ് പോയെന്ന് അറിയാം, പിത്താംപൂർ. അത് അവിടുത്തെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, അങ്ങോട്ടേക്ക്. പിന്നെ താഴോട്ട് വരുമ്പോൾ സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻ അമംഗ് 3 ഫ്രണ്ട്ലൈൻ വേണ്ട. ഇന്ത്യയുടെ നേവിയുടെ ചീഫ് ആരാണെന്ന് അറിയാലോ, ദിനേശ് ത്രിപാഠി, നേവി ചീഫ് ഓഫ് ഇന്ത്യ. ദിനേശ് ത്രിപാഠി അല്ല, അഡ്മിറൽ ദിനേശ് ത്രിപാഠി എന്നാ പറയുന്നത്. ബിക്കോസ് ഓൾവേസ് വി ഷുഡ് ആഡ് their designation before their name, സർവീസ് പേഴ്സണലിന്റെ. അപ്പം അഡ്മിറൽ is the designation of Indian Navy chief. So Admiral Dinesh Tripathi is the chief of Indian Navy. And chief of Indian Army നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉപേന്ദ്ര ദ്വിവേദി അല്ലേ. പിന്നെ FCRA വയലേഷനെ കുറിച്ചുള്ള ന്യൂസ്. ഞാൻ FCRA കുറിച്ച് ഓൾറെഡി ഇന്നലെ കണ്ട ഡിസ്കസ് ചെയ്തു. FCRA is Foreign Contribution Regulation Act. FCRA is Foreign Contribution Regulation Act. You all know NGOs, non-governmental organization, they used to get money from foreign countries to do operations inside India. Avരുടെ activity to continue their activities inside India, they need a financial support. That financial support usually comes from foreign countries. Some of these NGOs use these funds for spreading anti-national agenda inside India. And intelligence bureau, like intelligence agencies, collected evidence for that. After that, Government of India decided to make this FCRA, Foreign Contribution Regulation Act, very strong, and they are now
putting very stringent regulations using this FCRA Foreign Contribution Regulation Act to ഈ പറഞ്ഞ ഇവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇത് ചെയ്യാനും എന്നിട്ട് ഏതെങ്കിലുമൊക്കെ NGOs ഇത്തരത്തിലുള്ള ഫണ്ടിങ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്പെറന്റ് മാനറിൽ അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ FCRA ലൈസൻസ് ക്യാൻസൽ ചെയ്യാനൊക്കെ ഗവൺമെന്റ് തുടങ്ങി. അപ്പൊ അതിനെക്കുറിച്ച് എപ്പോഴും ന്യൂസുകൾ വരാറുണ്ട്. FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. ഓക്കെ, പിന്നെ അവിടെ വേറെ ഒന്നും പറയാനില്ല. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ സ്പെയ്ഡെക്സ്. Already we discussed about SpadeX yesterday and day before yesterday. SpadeX is a technology demonstration experiment by ISRO. ISRO is planning to launch Chandrayaan 4 immediately. Chandrayaan 4 is having a mandate of collection of soil from lunar surface. After that, in 2035-40 period, India is going to build a space station in space. So for all those experiments, docking and undocking of objects into space is needed. That technology is needed. So SpadeX is a technology demonstration experiment for docking and undocking. Okay. അപ്പം ഈ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഈ ഘടകങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും സ്പേസ് സ്റ്റേഷൻ ആണെങ്കിലും ഒക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് അത് ആ ഒരു ടെക്നോളജി വേണ്ട ചന്ദ്രയാൻ 4 വേണ്ടിയിട്ടാണ്. അല്ല, അവിടെ നിന്ന് സോയിൽ കളക്ട് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ചന്ദ്രയാൻ 4. പിന്നെ ഇവിടെ വേറെ ഒന്നും പറയാനില്ല, എത്രയേ ഉള്ളൂ ഈ പേജില്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഇതെല്ലാരും പഠിച്ചു വെച്ചേക്കണം. New UADA CEO. New UADA CEO. UADA, what is UADA? You all are having Aadhaar card. In Aadhaar card, there is an abbreviation like this, UADA. What is the expansion of UADA? Unique Identification Authority of India. Unique Identification Authority of India is the responsible agency to give Aadhaar card to Indian citizens, Aadhaar card to Indian residents. So UADA, Unique Identification Authority of India, is the responsible agency to give Aadhaar cards to Indian residents. So now the new CEO of UADA is Bhuvanesh Kumar. The first UADA CEO was Nandan Nilekani. Nandan Nilekani is also known as the architect of Aadhaar. Aadhaറിന്റെ ആർക്കിടെക്ട്, ചീഫ് ആർക്കിടെക്ട് ഓഫ് ആധാർ എന്നറിയപ്പെടുന്ന നന്ദൻ നിലേക്കനെയാണ്. ഹി വാസ് ദ ഫസ്റ്റ് UADA CEO. അതുപോലെ ഇൻഫോസിസിന്റെ കോ ഫൗണ്ടറാണ്. ഇൻഫോസിസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സോഫ്റ്റ്വെയർ കമ്പനിയുടെ കോ ഫൗണ്ടറാണ് നന്ദൻ നിലേക്കനി. ഹീസ് ദ ഫസ്റ്റ് UADA CEO ആൻഡ് ഓൾസോ ഹീസ് നോൺ ആസ് ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് ആധാർ. അത് പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഇന്ത്യയിലെ 440 ഡിസ്ട്രിക്റ്റുകളിലെ വാട്ടർ സാമ്പിൾസിലെ എക്സസീവ് നൈട്രേറ്റ്സിന്റെ, അതിന്റെ കാരണം നൈട്രേറ്റ്സിന്റെ പ്രസൻസ് കണ്ടുപിടിച്ചു. ആ നൈട്രേറ്റ്സ് പ്രസൻസിന്റെ കാരണം വേറൊന്നുമല്ല, ഈ നൈട്രജൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കൾട്ടിവേഷനൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് നൈട്രജൻ ബേസ്ഡ് ആയിട്ടുള്ള പല ഫെർട്ടിലൈസേഴ്സും. അതിന്റെ എക്സസീവ് യൂസ് ആണ് ഇതിന് കാരണമാകുന്നത്. ഈ പറഞ്ഞ ഗ്രൗണ്ട് വാട്ടറിൽ നൈട്രജൻ ബേസ്ഡ് കോമ്പൗണ്ട്സിന്റെ സാന്നിധ്യം ഇത് യങ് പോപ്പുലേഷനിലൊക്കെ വലിയ ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഹെൽത്ത് കോൺസിക്വൻസസ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഒരു സ്റ്റഡിയാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, വേറെ ഒന്നും അവിടെ പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ബാങ്കിന്റെ ഇവിടെ ബിസിനസ് പേജിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യമില്ല. ബാങ്ക് ലോൺ ഗ്രോത്തിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. പിന്നെ ഇന്ത്യയുടെ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ അശ്വനി വൈഷ്ണവിന്റെ ഒരു ഫോട്ടോ എടുക്കണം. ഹീസ് ഓൾസോ ദ റെയിൽവേ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ടെലികോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയും അദ്ദേഹം തന്നെയാണ്. ഇന്ത്യയുടെ ക്രോപ്പ് ഇൻഷുറൻസ് പാക്കേജ് ഒക്കെ കുറെ വർഷത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇന്ത്യയുടെ മെയിൻ ക്രോപ്പ് ഇൻഷുറൻസ് പാക്കേജ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയാണ്. പ്രധാനമന്ത്രി PMFBY, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന is the biggest crop insurance scheme of India and also വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം എന്ന് പറഞ്ഞ വേറൊരു സ്കീം ഇന്ത്യയിലുണ്ട്.
അങ്ങനെ മെയിൻ ആയിട്ട് 1-2 ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമുകളാണ് ഉള്ളത്. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം ഈസ് PMFBY, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകും. വേൾഡ് പേജില് തൈവാൻ പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ഹു ഈസ് തൈവാൻ പ്രസിഡന്റ്? തൈവാൻ പ്രസിഡന്റ് ഈസ് ലായ് ചിങ് തേ. ഹി ഈസ് ദ പ്രസിഡന്റ് ഓഫ് തൈവാൻ. തൈവാൻ ഈസ് ആക്ച്വലി നോട്ട് എ കൺട്രി. തൈവാന് ഒരു കൺട്രി സ്റ്റാറ്റസ് ഇല്ല. ചൈന ഈസ് ക്ലൈമിംഗ് ദാറ്റ് തൈവാൻ ഈസ് എ പാർട്ട് ഓഫ് ചൈന ആൻഡ് Taiwan is but not ready to go with China and they wants to become an independent country. They are always telling that we are going to declare independence, but once Taiwan declare independence, China will attack them and they will എന്താ പറയുക അക്സഷൻ നടത്തും ചൈനയിലേക്ക് തൈവാൻ. അപ്പം ചൈനയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ 1 China പോളിസിയാണ്. ആ 1 China പോളിസിയിൽ തൈവാൻ ഈസ് എ പാർട്ട് ഓഫ് ചൈനയാണ്. ഓക്കെ, എന്തായാലും തൈവാന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ലായ് ചിങ് തേ ആണ്. ഈ പ്രസിഡന്റ് എന്ന് പറയാൻ സാധാരണ കൺട്രീസിനാണ്, പക്ഷെ തൈവാന് കൺട്രി സ്റ്റാറ്റസ് ഇല്ല. ഓക്കെ, പിന്നെന്താണ്, എന്തൊക്കെയേ ഉള്ളൂ. പിന്നെ സ്പോർട്സ് പേജിൽ വരുമ്പോൾ യുണൈറ്റഡ് കപ്പ്. ഇൻ ടെന്നീസ് there are some team events. One team event is Davis Cup and another team event is Billie Jean King Cup and one more team event is there, United Cup. And there are differences between these 3 team events. The first one, the Davis Cup is exclusively for men. Only men can participate in Davis Cup as a team. Okay, and Billie Jean King Cup is exclusively for women. Women can only participate in Billie Jean King Cup as a team. India, USA, China അങ്ങനെയായിരിക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടീം എന്ന് പറയുന്നത്. United Cup is also a team event, but it is a mixed championship. In United Cup also, the players can participate as a team only under the banner of their country, but it is a mixed event, not exclusively for men or women. It is a mixed event, United Cup. But United Cup is going on in Perth is in Australia. United Cup il ippozhuthe defending champion Germany aanu. Ippo avaravuന്നു അറിഞ്ഞൂടാ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. അല്ല, ജർമ്മനി എക്സിറ്റ് ആയി. ജർമ്മനി ഡിഫൻഡിങ് ചാമ്പ്യൻ ആയിരുന്നാലും അവർ പുറത്തായി. ഓക്കെ, അപ്പൊ എന്തായാലും യുണൈറ്റഡ് കപ്പ് പറഞ്ഞിരിക്കുക. ഡേവിസ് കപ്പ്, ബില്ലി ജീൻ കപ്പ്, യുണൈറ്റഡ് കപ്പ്. പിന്നെ വേറൊരു കപ്പാണ് ലേബർ കപ്പ് ഈസ് ഓൾസോ എക്സ്ക്ലൂസീവ്ലി ഫോർ മെൻ, ബട്ട് അതൊരു എന്താ പറയുന്ന ഒരു ടീം ചാമ്പ്യൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു യൂറോപ്പും റെസ്റ്റ് ഓഫ് ദ വേൾഡ് അങ്ങനെ എങ്ങനെയാണ് ഈ ലേബർ കപ്പ് വരുന്നത്. യൂറോപ്പാണ് ഒരു സൈഡിൽ, രണ്ടാമത്തെ സൈഡിൽ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആണെന്ന് തോന്നുന്നു. അതാണ് ലേബർ കപ്പ്. ബട്ട് ദാറ്റ് ഈസ് ഓൺലി ഫോർ മെൻ ഓൺലി. വിമൻ കനോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ലേബർ കപ്പ്. ഓക്കെ, പക്ഷെ അതൊരു ടീം ഇവന്റ് ആണ്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാണ്ട്, ഇത് ചെസ്സിലെ ഒരു ഫോം ഓഫ് ചെസ് ആണ് വേൾഡ് ബ്ലിറ്റ്സ് ചെസ്. അത് റാപ്പിഡ് ചെസ് പോലെ ഒരു സംഭവമാണ് വേൾഡ് ബ്ലിറ്റ്സ് ചെസ്. അതില് മെയിൽ ചാമ്പ്യൻ ഒരാളല്ല 2 പേര് ചേർന്ന് ഷെയർ ചെയ്തു. വേൾഡ് നമ്പർ 1 ചെസ് പ്ലെയർ മാഗ്നസ് കാൾസൺ ആൻഡ് ഇയാൻ, വല്ലാത്തൊരു പേരാണ്, നെപ്പോംനിയാച്ചി. ഇവർ രണ്ടുപേരും, മാഗ്നസ് കാൾസൺ ആൻഡ് ഇയാൻ നെപ്പോംനിയാച്ചി, ഇവർ രണ്ടുപേരും കൂടെയാണ് ഷെയർ ചെയ്തത് വേൾഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പ്. മെയിലില്. ഫീമെയിലില് ചാമ്പ്യൻ ചൈനക്കാരിയാണ്. ജു വെൻജുൻ. ഇവരാണ് ഫീമെയിൽ ബ്ലിറ്റ്സ് ചാമ്പ്യൻ. നമ്മളുടെ പ്രജ്ഞാനന്ദയുടെ സഹോദരി വൈശാലിക്ക് അതിൽ ബ്രോൺസ് മെഡൽ കിട്ടി, അതായത് 3ാം സ്ഥാനം കിട്ടി. റാപ്പിഡ് ചെസ്സിൽ ഇതേ വെന്യൂവിൽ നടന്ന വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ കൊനേരു ഹംപിന് ടൈറ്റിൽ കിട്ടിയ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ അതും കൂടെ പഠിച്ചു വെച്ചേക്കും. പിന്നെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ, ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ദിവസം. താങ്ക് യു.